കടയമംഗലം സ്വദേശിയായ മുസ്തഫ നിങ്ങളോട് സംസാരിക്കും. വളരെ ആദരണീയനായ എൻ്റെ ജ്യേഷ്ഠ സഹോദരനും RSPയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷനുമായിരിക്കുന്ന സഖാവ് A അസീസ് ഉൾപ്പെടെ നിരവധിയായ സഖാക്കൾ വേദി വിട്ടുപോയവരുമുണ്ട്, ശേഷിക്കുന്നവരുണ്ട്. ആരുടെയും പേരുകൾ 5 മിനിറ്റാണ് തന്നിരിക്കുന്നത്. സഖാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ചടയമംഗലത്തുകാരനാണ്. കഴിഞ്ഞ 48-49 വർഷമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി ഈ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എന്നീ നിലകളിലായി അനേകം വർഷമായി ഞാൻ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയോജക മണ്ഡലം കൺവീനറായി, പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നെടുവത്തൂർ, ചാത്തന്നൂർ എന്നീ മണ്ഡലങ്ങളിലെ ചുമതലക്കാരനായി, സെക്രട്ടറിയായി, പാർട്ടി എക്സിക്യൂട്ടീവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഒരു വിഭാഗീയതകൾക്കും ഇടം വരാത്ത രീതിയിൽ വളരെ അഭിമാനത്തോടെ, അന്തസ്സോടെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം അഭിമാനത്തോടെ സഖാക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എന്താണ് ഈ 5 മിനിറ്റ് കൊണ്ട് നിങ്ങളോട് പറയേണ്ടതെന്ന കാര്യമാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും നീതിയും ന്യായവും മുൻനിർത്തിക്കൊണ്ട് ബന്ധപ്പെട്ട ഘടകങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്ത് നിർദ്ദേശിച്ച പേരിൽ നിന്നും എന്നെ ഒഴിവാക്കി. എനിക്കൊരു പ്രയാസമില്ല, ഞാൻ MLA ആയിക്കൊള്ളാം എന്ന ഒരിതിലുമല്ല ഈ പ്രവർത്തനങ്ങളൊന്നും. അത് ശരിയല്ല എന്ന സഖാക്കളുടെ വികാരവും അവരുടെ അഭിപ്രായവും അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് കാനൻ രാജേന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ പേരിൽ 6-7 സഖാക്കളുടെ പേരിൽ ഷോക്കാസ് നോട്ടീസ് കൊടുത്ത് സമാധാനം എഴുതി മേടിച്ച് ചിലരെ പുറത്താക്കി, ചിലരിപ്പോഴും ആ പാർട്ടിയിൽ തുടരുകയാണ്. സഖാവ് മുല്ലക്കര രത്നാകരൻ മത്സര രംഗത്തേക്ക് കടന്നു വന്ന 2006 മുതൽ 2020 വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും ചുക്കാൻ പിടിച്ച ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ഞാനായിരുന്നു. 1957 സഖാവ് വെളിയം ഭാർഗവൻ ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത 57 മുതൽ സഖാവ് വെളിയം ഭാർഗവൻ, D ദാമോദരൻ പോറ്റി, M ഗോവിന്ദൻ നായർ, E ചന്ദ്രശേഖരൻ നായർ, KR ചന്ദ്രമോഹൻ, ഞാൻ അങ്ങനെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയല്ല. ഒരിക്കൽ മാത്രമേ 2001 തെരഞ്ഞെടുപ്പിൽ ബഹുമാന്യനായ അന്തരിച്ചുപോയ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ആ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ചവറയിലെ സഖാക്കളോട് പറയേണ്ടുന്നതിനേക്കാൾ ഞാൻ ജനിച്ചു വളർന്ന എന്റെ 48 വർഷക്കാലത്തെ ചങ്കൂറ്റത്തോടുകൂടിയുള്ള മികവാർന്ന പ്രവർത്തനം എങ്ങനെയാണ് ആ പ്രദേശത്തിന് ലഭ്യമായത്, ഒരാൾക്ക് കിട്ടുന്ന സ്വീകാര്യത എന്തൊക്കെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് ഇവിടെ കൂടിയിരിക്കുന്ന പൊതുപ്രവർത്തകരായ നിങ്ങൾക്കറിയാം, ജനപ്രതിനിധികൾക്കറിയാം. അങ്ങനെ കിട്ടുന്ന സ്വീകാര്യതയിൽ ആർക്കെങ്കിലും കണ്ണുകടി ഉണ്ടായാൽ
എന്നെ പോലെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് കൊടുക്കുക എന്നത് അനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞവനാണ് ഞാൻ. ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഖാവ് ജെ ചിത്തരഞ്ജനും കെ എസ് ആനന്ദനും പി ഭാസ്കരൻ സാറും ജി കാർത്തികേയനും കെ സി പിള്ളയും കെ പി ചന്ദ്രനും ആർ രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നയിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ സമീപനങ്ങൾ, വെട്ടിനിരത്തലുകൾ നടത്തി ഈ ജില്ലയിലെ ഈ പാർട്ടിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യം അന്തസ്സോടുകൂടി പ്രവർത്തിക്കുന്ന സഖാക്കൾ ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലും അതുമായി ബന്ധപ്പെട്ട സംഘടനാപരമായ ആലോചനകൾ വിവിധ തലങ്ങളിൽ നടത്തി അക്കാര്യത്തിൽ തയ്യാറാക്കിയ പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട തീരുമാനത്തിന് സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ മുമ്പിൽ പോയി. 2016 അനുഭവം ഞാൻ പറഞ്ഞു. ഒരു പ്രതിഷേധവും എനിക്കുണ്ടായിരുന്നില്ല. ദൗർഭാഗ്യവശാൽ 3 മണ്ഡലങ്ങളിലെ കരുനാഗപ്പള്ളിയിൽ ആർ രാമേന്ദ്രൻ, ചാത്തന്നൂരിൽ ജി എസ് ജയലാൽ, പുനലൂരിൽ പി എസ് സുബാൽ ആ പ്രപ്പോസലിൽ നിന്നും 3 അംഗീകരിച്ചു. ചടയമംഗലം ഫ്രീസറിൽ വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സഖാവ് റെസ്റ്റ് ഹൗസിൽ വരെ ഒന്ന് വരണം. എന്റെ സെക്രട്ടറി അല്ലേ വിളിക്കുന്നത് എന്ന് കരുതി ഞാൻ റെസ്റ്റ് ഹൗസിൽ ചെല്ലുമ്പോ സഖാവ് കാനൻ രാജേന്ദ്രനും സഖാവ് പന്ന്യൻ രവീന്ദ്രനും ആ റൂമിലുണ്ട്. അഭിമാനത്തോടെ കയറിയിരുന്നു. എന്നോട് പറഞ്ഞു, സഖാവ് മുസ്തഫ, ആ ജില്ലയിൽ 4 സീറ്റുകളുണ്ട്. നമുക്കൊരു വനിതയെ മത്സരിപ്പിച്ചല്ലേ കഴിയൂ. ഞാൻ പറഞ്ഞാൽ എന്താ സാധ്യ കുഴപ്പം? അത് വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ ചടയമംഗലത്ത് നിന്നും നമുക്ക് ആ വനിതയെ നിർത്തി വിജയിപ്പിക്കും. ഞാൻ ചോദിച്ച സഖാവേ, ഇത് 4 നിങ്ങളുടെ മുന്നിൽ വരുമ്പോ ആ വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പുനലൂരിൽ നിന്ന് നിർത്തി മത്സരിപ്പിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? 2 തവണ അയാൾ പൂർത്തിയായില്ലേ? 3ാമത്തെ തവണ വീണ്ടും മത്സരിക്കാനല്ലേ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നു. പോട്ടെ, കരുനാഗപ്പള്ളി രാമേന്ദ്ര സാബ് ഒരു തവണയെ മത്സരിച്ചു. ജി എസ് ജയലാലിന്റെ ചാത്തന്നൂരിൽ നിന്നായിക്കൂടെ? ഇതൊന്നും ആ രീതിയിൽ പരിഗണിക്കാം. എങ്ങനെ എന്നെ ഒഴിവാക്കാം? ഞാൻ MLA ആകാൻ വേണ്ടി ജനിച്ചയാളല്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരായ പ്രവർത്തകനാണ്. ഇവിടെ സാബ് അസ്കർ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ തിയറി ഒന്നും പറയാൻ പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന 40 പേജുകളാണുള്ളത്. ഭംഗിയായി ഏത് സബ്ജക്റ്റിനെയും കുറിച്ച് പ്രതിപാദിക്കാനുള്ള അറിവ് എനിക്കുണ്ട്. ത്യാഗോജ്ജലമായ, പട്ടിണി കിടന്ന് ത്യാഗപൂർണമായ പ്രവർത്തനത്തിൽ ഏറ്റെടുത്ത് ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞതിനോട് എനിക്ക് തീരുമാനം ഞാൻ പറഞ്ഞാൽ മാറുന്നല്ലോ, എനിക്ക് എതിർപ്പില്ല. എന്നാൽ റെസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി ഒരു വനിതയെ പ്രൊവൈഡ് ചെയ്യേണ്ടുന്നതിന്റെ കാര്യം എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സഖാവ് കാനം, ഇതെനിക്ക് ബോധ്യപ്പെടുത്തില്ല, ഇത് ന്യായമല്ല, ഇത് ശരിയല്ല. ഞാൻ തിരിച്ച് ചടയമംഗലത്ത് വരുമ്പോൾ ഒരു കുതിര എടുക്കാനുള്ള ആളുകൾ ചടയമംഗലത്തുണ്ടായിരുന്നു. അവരെ നിർബന്ധത്തിന് വഴങ്ങി ചേർന്നുള്ള കൈരളി എന്ന് പറയുന്ന ഒരു ഹാളിലേക്ക് കയറിപ്പോയി. അവിടെ കൂടിയ പത്രക്കാരോടും ആളുകളോടും പറഞ്ഞു, എന്റെ പാർട്ടി എടുത്ത തീരുമാനം ഞാൻ അക്ഷം പ്രതി അംഗീകരിക്കുന്നു.
നിങ്ങൾ ഇവിടെ നിന്ന് സമാധാനപരമായി പിരിഞ്ഞു പോകണം. ഇലക്ഷൻ കഴിഞ്ഞ് എൻ്റെ പേരിൽ നടപടി സ്വീകരിച്ചു. അവസാനമാണ് ഞാൻ മനസ്സിലാക്കുന്നത്, മുല്ലക്കര ഞാൻ എഴുതിയ ജഡ്ജിമെന്റിനകത്ത് ജീവപര്യന്തമാണ് എനിക്ക് തന്ന ശിക്ഷയെന്നുള്ളത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഞാൻ വീണ്ടും പ്രവർത്തിച്ച് മുന്നോട്ട് പോയി. ഒരു തരത്തിലും അവഗണനയുടെ പരമകോടിയിലെത്തി നിൽക്കുന്ന, ബോധപൂർവമായി അങ്ങനെ ഇനി മുന്നോട്ട് പോകേണ്ട, പോയാൽ ഞങ്ങളുടെ പലരുടെയും പോക്കിനതൊരു തടസ്സമായി മാറുമെന്ന വളരെ വികാരത്തോടു കൂടിയുള്ള ഈ അവഗണനയും അടിച്ചൊതുക്കലും മാടമ്പിത്തരവും ഇനി അംഗീകരിക്കാൻ ഞാനില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ എന്റെ പാർട്ടി അംഗത്വത്തിൽ നിന്നും ഞാൻ ബന്ധപ്പെട്ട ഘടകത്തിന്റെ സെക്രട്ടറിക്ക് രാജി സമർപ്പിച്ചുകൊണ്ട് തീർച്ചയായും ഞാൻ പിന്തുടർന്നു വന്ന പ്രത്യയശാസ്ത്രപരമായ വീക്ഷണങ്ങൾക്കോ ലെനിൻ ഉയർത്തിപ്പിടിച്ച സംഘടനാ മര്യാദകൾക്കോ ഒന്നും കോട്ടം വരാത്ത രീതിയിൽ എനിക്ക് പ്രവർത്തിച്ചു പോകാൻ, അന്തസ്സോടെ പ്രവർത്തിച്ചു പോകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് RSP എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെങ്കൊടി തണലിൽ ഞാൻ പറയുന്നത്. കരിമണലിന്റെ നാട്ടിൽ നിന്നുകൊണ്ടാണ് ധീരനായ ഒരു സഖാവിന്റെ 18ാമത് ചരമദിനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന വളരെ പവിത്രമായ ഈ ദിനാചരണ ചടങ്ങിൽ വെച്ച് ഞാൻ പറയുന്നു, തീർച്ചയായും നിങ്ങൾക്കൊപ്പം ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. പരമ്പരാഗതമായി ആരെയും തീരുമാനിച്ച് എങ്ങനെയും മുന്നോട്ട് പോകാമെന്ന CPIയുടെ അഹങ്കാരത്തിന് ഇവിടെ സഖാവ് ശ്രീ VD സതീശൻ പറഞ്ഞു, മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എത്രയോ മണിക്കൂറുകൾ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എന്റെ മകന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. മകൻ ഇവിടെ നിൽപ്പുണ്ട്. അതിൽ വന്നിരിക്കുന്ന അതിലേക്കൊന്നും ഈ സമയക്കുറവുകൊണ്ട് ഞാൻ പോകുന്നില്ല. പറയാൻ എനിക്ക് ഒരുപാടുണ്ട്. ചടയമംഗലത്തുകാരോടാണ് പറയേണ്ടത്, എനിക്ക് കടക്കൽക്കാരോടാണ് പറയേണ്ടത്. ഇങ്ങനെ ഒരു പ്രവർത്തകൻ നൂറ്റാണ്ടിനടുത്ത് ഒരു പുരുഷായുസ് മുഴുവൻ ആ നാടിനു വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി ധീരതയോട് നിന്ന്, ചങ്കൂറ്റത്തോട് നിന്ന് പാർട്ടിയെയും ബഹുജന പ്രസ്ഥാനങ്ങളെയും സംഘടിപ്പിക്കുവാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഒരു പ്രവർത്തകനോട് ചെയ്യാൻ പാടില്ലാത്ത വളരെ ഹീനമായ സംഗതികളാണ് ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ എന്നോട് കാട്ടിക്കൂട്ടിയതെന്ന് വളരെ വികാരത്തോടുകൂടി പറഞ്ഞുകൊണ്ട് സഖാക്കളെ ഞാൻ എന്റെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഞാൻ RSP എന്ന പ്രസ്ഥാനത്തിന്റെ കീഴിൽ ചേർന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സഖാക്കളെ, നിങ്ങൾക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ.